ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 58 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പോർഷൻ ഒന്നുകൂടെ പറയുന്നു. ന്യായാധിപന്മാർ 18 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് 14 അധ്യായത്തിൽ നിന്നുമാണ് ഇന്നലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: യഹോവയുടെ ആലയം സ്ഥാപിച്ചിരുന്നതും വർഷം തോറും യഹോവയുടെ ആഘോഷമുള്ളതും നൃത്ത സംഘക്കാർ ഉണ്ടായിരുന്നതുമായ ഒരു ദേശം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ഷീലോവ് എന്നുള്ളതാണ് കേട്ടോ. ന്യായാധിപന്മാർ 18:31, 21:19, 21 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം: ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് കൂടിച്ചേർന്ന ഒരു സ്ഥലം ബൈബിളിൽ കാണുന്ന ഒരു ക്ഷേത്രത്തിന്റെ പേരും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയുടെ പേരും ചേർന്നതാണ്. ഏതാണ് ആ സ്ഥലം എന്നുള്ളതായിരുന്നു. ഉത്തരം ബാൽതാമാർ എന്നുള്ളതാണ്. ന്യായാധിപന്മാർ 20:33 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിൽ ക്ഷേത്രം എന്നുള്ളത് ബാൽ, 2 രാജാക്കന്മാർ 10:25, 11:18 നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പേര് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സ്ത്രീയുടെ പേര് താമാറാണ്. ഉൽപ്പത്തി 38:6 ഉണ്ട്. നമുക്ക് ഓൾറെഡി അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പോർഷനിലുള്ള റെഫറൻസ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ന്യായാധിപന്മാർ 20:33 എന്നുള്ളത് ഉത്തരം ബാൽതാമാർ കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: എണ്ണത്തിൽ കാൺമാനില്ലായിരുന്നു ആരെ എന്നുള്ളതാണ്. ഉത്തരം ഗിലെയാദിലെ യാബേഷിൽ ഉള്ളവരെ എന്നുള്ളതാണ് കേട്ടോ. ഗിലെയാദിലെ യാബേഷിൽ ഉള്ളവരെ. ന്യായാധിപന്മാർ 21:9 വാക്യത്തിലാണ് ഇതിന്റെ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ചോദ്യം: പ്രധാന ഇരിപ്പിടങ്ങളെ തിരഞ്ഞെടുത്തത് ആര് എന്നുള്ളതായിരുന്നു. ഉത്തരം ക്ഷണിക്കപ്പെട്ടവർ എന്നുള്ളതാണ്. ലൂക്കോസ് 14:7 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ചോദ്യം: കൊത്തുപണിയായി നിർമ്മിച്ച നിർമ്മിതികൾ ഏവ എന്നുള്ളതായിരുന്നു. ഉത്തരം വിഗ്രഹം, ഏഫോദ്, ഗ്രഹബിംബം എന്നുള്ളതാണ്. ന്യായാധിപന്മാർ 18:17 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ 5 ആൻസേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ശരിയായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയുന്നു: രൂത്ത് 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് 15 അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.